നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. പുതുവർഷത്തിൽ UAE-യിൽ ഇന്ധനവില കുറഞ്ഞേക്കുമെന്ന് വിലയിരുത്തൽ. ആഗോള എണ്ണ വിപണിയിലെ മാറ്റങ്ങളാണ് കാരണം. അടുത്ത മാസത്തെ ഇന്ധനവില പ്രഖ്യാപനത്തെ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ കാണുന്നത്. ഈ മാസം ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞ നിലയിൽ തുടരുന്നതാണ് പ്രതീക്ഷ നൽകുന്ന ഘടകം. ഇത് അടുത്ത മാസത്തെ ഇന്ധനവില കുറയാൻ കാരണമാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. സാമ്പത്തിക വൈവിധ്യവൽക്കരണ നയങ്ങളുടെ ഭാഗമായി സബ്സിഡികൾ നിർത്തലാക്കിക്കൊണ്ട് 2015-ലാണ് UAE പെട്രോൾ ഡീസൽ വില ആഗോള എണ്ണ നിരക്കുകളുമായി ഏകീകരിച്ചത്. അതിന്റെ ഭാഗമായി ആഗോള എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഓരോ കാലയളവിലും രാജ്യത്ത് ഇന്ധനവില നിർണ്ണയിക്കുന്നത്. എല്ലാ മാസത്തെയും അവസാന ദിവസമാണ് UAE-യിൽ പുതിയ ഇന്ധനവില പ്രഖ്യാപിക്കുന്നത്. ഇതനുസരിച്ച് ഈ മാസം 31-ന് പെട്രോളിന്റെയും ഡീസലിന്റെയും പുതുക്കിയ വില പ്രഖ്യാപിക്കുകയും അത് അർദ്ധരാത്രി മുതൽ നിലവിൽ വരികയും ചെയ്യും. ആഗോള വിപണിയിൽ ഈ മാസം ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ ശരാശരി വില ബാരലിന് $61.51 ആയിരുന്നു. $63.70 ആയിരുന്നു കഴിഞ്ഞ മാസത്തെ വില. UAE-യിൽ കഴിഞ്ഞ മാസം പെട്രോൾ വിലയിൽ വർധനവ് വരുത്തിയിരുന്നു. സൂപ്പർ 98 പെട്രോളിന് $2.70 സ്പെഷ്യൽ 95 പെട്രോളിന് $2.58 ഇപ്പോഴത്തെ വില. E+ പെട്രോളിന് $2.51 നൽകണം. 24 ദുബായ്. ഷാർജ വിമാനത്താവളത്തിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ 3 മണിക്കൂർ മുൻപ് എത്തിച്ചേരണമെന്ന നിർദ്ദേശവുമായി ഷാർജ എയർപോർട്ട് അതോറിറ്റി. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വരുന്ന 4 ദിവസങ്ങളിൽ ഷാർജ എയർപോർട്ട് വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കുന്നതിന്റെ ഭാഗമായാണ് ഷാർജ എയർപോർട്ട് അതോറിറ്റി പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പ് എത്തണമെന്നതാണ് പ്രധാന നിർദ്ദേശം. തിരക്ക് മൂലം ചെക്ക് ഇൻ നടപടികൾക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം. ഡിജിറ്റൽ ഫാസ്റ്റ് ട്രാക്ക് സേവനങ്ങൾ ഉപയോഗിച്ച് യാത്രാ നടപടികൾ വേഗത്തിലാക്കണമെന്ന അറിയിപ്പും വിമാനത്താവള അധികൃതർ നൽകുന്നു. സ്വയം ചെക്ക് ഇൻ ചെയ്യാവുന്ന കിയോസ്കുകൾ, ബാഗേജ് ഡ്രോപ്പ് സൗകര്യങ്ങൾ, സ്മാർട്ട് ഗേറ്റുകൾ, ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷനുകൾ, ഹല സർവീസ് തുടങ്ങിയ സേവനങ്ങളും വിമാനത്താവളത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. എയർ അറേബ്യ യാത്രക്കാർക്ക് സിറ്റി ചെക്ക് ഇൻ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇതിനു പുറമെ എയർ അറേബ്യയും ഫ്ലൈജിന എയർലൈൻസും ഹോം ചെക്ക് ഇൻ സേവനവും ലഭ്യമാക്കുന്നുണ്ട്. ലഗേജ് നേരത്തെ ഏൽപ്പിക്കുന്നതിനാൽ ഇത്തരം യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ എത്തുമ്പോൾ തന്നെ നേരിട്ട് പാസ്പോർട്ട് പരിശോധനാ കൗണ്ടറിലേക്ക് പോകാനാകും. ഡിപ്പാർച്ചർ ഏരിയയിലെ പ്രധാന കവാടത്തിൽ അൽദിയാഫ ലോഞ്ചും തുറന്നു. തിരക്കേറിയ സമയങ്ങളിൽ പുറപ്പെടുകയും എത്തിച്ചേരുകയും ചെയ്യുന്ന യാത്രക്കാർക്ക് വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ വിമാനത്താവളത്തിൽ ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശൈത്യകാലത്ത് കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സുഗമമായ യാത്രാനുഭവം നൽകുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് നടപടിയെന്ന് ഷാർജ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. പപ്പുവ ന്യൂ ഗിനിയക്കടുത്ത് 123 യാത്രക്കാരുമായി പവിഴപ്പുറ്റിലേക്ക് ഇടിച്ചുകയറിയ ഓസ്ട്രേലിയൻ കപ്പൽ കടലിലേക്ക് തിരിച്ചിറക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സംഗീത ഗോപിനാഥ് ചേരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 80 യാത്രക്കാരും 43 ജീവനക്കാരുമായി കോറൽ അഡ്വഞ്ചർ എന്ന ആഡംബര കപ്പൽ പാപ്പുവ ന്യൂ ഗിനിയയിലെ ലായ് പട്ടണത്തിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള പവിഴപ്പുറ്റിൽ കയറി കുടുങ്ങിപ്പോയത്. യാത്രക്കാർക്കും ജീവനക്കാർക്കും പരിക്കുകളൊന്നുമില്ലെന്ന് കപ്പലിന്റെ വക്താവ് അറിയിച്ചു. കപ്പലിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. എന്നാൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. അനുകൂല കാലാവസ്ഥ അല്ലാത്തതിനാലും നിലവിൽ കപ്പലിലുള്ളവർക്ക് ജീവന് വലിയ ഭീഷണിയില്ലാത്തതിനാലും എയർലിഫ്റ്റിംഗിന് സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. സാങ്കേതിക തകരാറുകൾ ഇല്ലെങ്കിൽ കപ്പലിനെ തിരികെ കടലിലേക്ക് ഇറക്കുന്നതിനായിരിക്കും മുൻഗണന. അതല്ലെങ്കിൽ യാത്രക്കാരെ മറ്റ് കപ്പലിലേക്ക് മാറ്റി സുരക്ഷിതമായ തീരത്ത് എത്തിക്കാനായിരിക്കും ശ്രമം നടത്തുക. 2 മാസം മുമ്പ് ഇതേ കപ്പൽ മറ്റൊരു വിവാദത്തിൽപ്പെട്ടിരുന്നു. കോറൽ അഡ്വഞ്ചർ എന്ന ഈ കപ്പൽ ഒക്ടോബർ 25-ന് ലിസാർഡ് ദ്വീപിലേക്ക് ട്രക്കിങ്ങിന് വേണ്ടി വിനോദസഞ്ചാരികളെ ഇറക്കിയ ശേഷം 80 വയസ്സ് പ്രായമുള്ള സ്ത്രീയെ ദ്വീപിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് യാത്ര തുടർന്നു. കപ്പൽ ദ്വീപിൽ നിന്നും പുറപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് സ്ത്രീ കപ്പലിൽ തിരിച്ചു കയറിയിട്ടില്ലെന്ന് ജീവനക്കാർ അറിയുന്നത്. കപ്പൽ രാത്രി തന്നെ ദ്വീപിൽ തിരിച്ചെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പിറ്റേ ദിവസം റീസ് എന്ന സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണങ്ങൾ നടന്നുവരുന്നു. ആ സംഭവത്തിന് ശേഷം ആദ്യമായി നടത്തിയ യാത്രയിലാണ് കപ്പൽ പവിഴപ്പുറ്റിൽ ഉറച്ചുപോയത്. വൈകാതെ തന്നെ യാത്രക്കാരെല്ലാം സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി സംഗീത ഗോപിനാഥ്.
റീറ്റെയിൽ പ്രൊഫഷണൽ ഓഫ് ദി ഇയറായി ലുലു ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാറിനെ തെരഞ്ഞെടുത്തു. റീറ്റെയിൽ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് അംഗീകാരം. മിഡിൽ ഈസ്റ്റ് കൗൺസിൽ ഓഫ് ഷോപ്പിംഗ് സെന്റേഴ്സ് ആൻഡ് റീറ്റെയിൽസിന്റെ ദുബായിൽ നടന്ന റീറ്റെയിൽ കോൺഗ്രസ് മിന 2025 പ്രഖ്യാപനം. റീറ്റെയിൽ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന സുപ്രധാന അംഗീകാരമാണ് വി നന്ദകുമാറിനെ തേടിയെത്തിയത്. തിരുവനന്തപുരം സ്വദേശിയായ നന്ദകുമാർ ലുലു ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറാണ്. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിൽ റീറ്റെയിൽ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അംഗീകാരം. റീറ്റെയിൽ മേഖലയുടെ മുന്നേറ്റത്തിനും വളർച്ചയ്ക്കും നന്ദകുമാർ നടപ്പാക്കിയ നയങ്ങൾ മാതൃകാപരമെന്ന് MESCR വിലയിരുത്തി. അംഗീകാരം ഏറെ വിലപ്പെട്ടതാണെന്നും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമേകുന്നതാണെന്നും വി നന്ദകുമാർ പ്രതികരിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് പ്രൊഫഷണലായി ഫോബ്സ് മാസികയും ഖലീജ് ടൈംസും വി നന്ദകുമാറിനെ നേരത്തെ തിരഞ്ഞെടുത്തിരുന്നു. ലുലു ഗ്രൂപ്പിനെ കൂടാതെ മാജിദ് അൽ ഫുതൈൻ, MR മോൾസ്, ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് അടക്കമുള്ള പ്രമുഖ സ്ഥാപനങ്ങളെ ആദരിച്ചു. റീറ്റെയിലർ ഓഫ് ദി ഇയർ, ഷോപ്പിംഗ് സെന്റർ ഓഫ് ദി ഇയർ, സസ്റ്റൈനബിലിറ്റി ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ, മികച്ച ഉപഭോക്തൃ സേവനം തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി പുരസ്കാരങ്ങളും സമ്മാനിച്ചു. മിന മേഖലയുടെ മാറുന്ന റീറ്റെയിൽ രീതികളും ഷോപ്പിംഗ് ശൈലികളും വെല്ലുവിളികളും റീറ്റെയിൽ കോൺഗ്രസിൽ ചർച്ചയായി. 24 ദുബായ്. ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ഇംപൾസ് 2025 എന്ന പേരിൽ കലാമേള സംഘടിപ്പിച്ചു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന കലാമേളയിൽ വിവിധ ഇനങ്ങളിലായി 300ഓളം പേർ പങ്കെടുത്തു. ഇൻഫോക് പ്രസിഡന്റ് വിജേഷ് വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കിൻഡർ ഗാർഡൻ മുതൽ സൂപ്പർ സീനിയർ വരെ വിവിധ വിഭാഗങ്ങളിലായി പദ്യപാരായണം, നൃത്തം, സംഗീതം, ഫാഷൻ ഷോ, ചിത്രരചന, പ്രസംഗം തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറി. സൂപ്പർ സീനിയർ വിഭാഗത്തിൽ വന്ദന രാജീവും സബ് ജൂനിയർ വിഭാഗത്തിൽ നൈനിക ജയേഷും വ്യക്തിഗത ചാമ്പ്യന്മാരായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 140ാം സ്ഥാപക ദിനം OICC കുവൈത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. BS പിള്ള അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സമ്മേളനം സാമുവൽ ചാക്കോ കാട്ടൂർ കളിക്കിൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വിപിൻ മങ്ങാട്ട് സ്വാഗതവും ജോയിന്റ് സുരേഷ് മാത്തൂർ നന്ദിയും പറഞ്ഞു. നിസാം MA, ബിനു ചെമ്പാലയം, ജലീൻ ട്രിപ്രയാർ, സിദ്ദിഖ് അപ്പക്കൻ, കൃഷ്ണൻ കടലുണ്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സൗദിയിൽ OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 140ാം ജന്മദിനം ആഘോഷിച്ചു. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാറക്കൽ അധ്യക്ഷനായി. അസ്ഹാബ് വർക്കല സ്വാഗതവും മജീദ് ചേരൂർ നന്ദിയും പറഞ്ഞു. ഡോക്ടർ അഷ്റഫ് ഇരുമ്പുഴി, രാധാകൃഷ്ണൻ കാവുമ്പായി, അബ്ദുൽ ഖാദർ ആലുവ തുടങ്ങിയവർ സംസാരിച്ചു. വെൽക്കം ബാക്ക്. വാർത്തകളിലേക്ക് തിരികെ. പുതുവർഷത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി മെഗാ മിഡ് നൈറ്റ് ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. സൗദിയിലുടനീളമുള്ള മുഴുവൻ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഡിസംബർ 31 രാത്രി 7 മണി മുതൽ പുലർച്ചെ 2 മണി വരെയാണ് ഓഫർ. ഗ്രോസറി, വീട്ടുപകരണങ്ങൾ, ഫ്രഷ് ഫുഡ്, ഫാഷൻ, ഇലക്ട്രോണിക്സ് അടക്കം മുഴുവൻ കാറ്റഗറികളിലും ഉൽപ്പന്നങ്ങൾക്ക് വൻ ഇളവുകളും ഓഫറുകളും ഉണ്ടായിരിക്കും. മിഡ് നൈറ്റ് ഓഫറുകളുടെ ഭാഗമായി സർപ്രൈസ് ഡീലുകളും ഒരുക്കിയിട്ടുണ്ട്. ഇൻകാസ് ഖത്തർ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ, PT തോമസ് MLA എന്നിവരുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ICC ഹാളിൽ നടന്ന ചടങ്ങിൽ ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് പുറായിൽ അധ്യക്ഷനായിരുന്നു. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. പത്തനംതിട്ട NRI അസോസിയേഷൻ കുവൈറ്റ് തൊഴിലാളികൾക്ക് ശൈത്യകാല കിറ്റുകൾ വിതരണം ചെയ്തു. കുവൈറ്റിലെ അബ്ദലി, വഫ്ര, ജഹ്റ, സൽമി, കബദ് തുടങ്ങിയ മരുഭൂമി പ്രദേശങ്ങളിലെ ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്നതും കാർഷിക ജോലികളിലും ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കാണ് കിറ്റുകൾ നൽകിയത്. പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് കുവൈറ്റിലെ സാമൂഹ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് അൽ ദുവൈജ് നിർവഹിച്ചു. അസോസിയേഷൻ ഭാരവാഹികളും കൺവീനർമാരും പരിപാടിക്ക് നേതൃത്വം നൽകി. രാജ്യത്ത് 79,000 കോടി രൂപയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് അനുമതി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലാണ് അനുമതി നൽകിയത്. 3 സേനാ വിഭാഗങ്ങളുടെയും നവീകരണം ലക്ഷ്യമിട്ടാണ് നടപടി. ആർട്ടിലറി റെജിമെന്റുകൾക്കുള്ള ലോയിറ്റർ മുനിഷൻ സിസ്റ്റം, ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ, പിനാക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം, ഇന്ത്യൻ കരസേനയ്ക്കായുള്ള ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റഗ്രേഷൻ സിസ്റ്റം MK2 എന്നിവ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗം അനുമതി നൽകി. തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താൻ കഴിയുന്നതാണ് ലോയിറ്റർ മുനിഷൻ.
ശത്രുവിന്റെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾക്ക് കഴിയും. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ റഡാറുകൾ ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നത്. ദീർഘദൂര ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ പിനാക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിന് കഴിയും. ഇവ കൂടാതെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ബൊള്ളാഡ് പുൾടഗുകൾ, ഹൈ ഫ്രീക്വൻസി സോഫ്റ്റ്വെയർ ഡിഫൻസ് റേഡിയോകൾ, മാൻപാക്ക് എന്നിവ വാങ്ങുന്നതിനും ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് റേഞ്ച് റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റ് സിസ്റ്റം പാട്ടത്തിനെടുക്കുന്നതിനുമാണ് DAC അനുമതി നൽകിയത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് ലാൻഡിംഗ് റെക്കോർഡിംഗ് സിസ്റ്റം, ആസ്ട്ര MK സെക്കൻഡ് മിസൈലുകൾ, ഫുൾ മിഷൻ സിമുലേറ്റർ, സ്പൈസ് 1000 ലോങ് റേഞ്ച് ഗൈഡൻസ് കിറ്റുകൾ തുടങ്ങിയവ വാങ്ങുന്നതിനും അംഗീകാരം ലഭിച്ചു. 24 ഡൽഹി. കെറ്റാമലോൺ ഡാർക്ക് വെബ് ലഹരി കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബു ഉൾപ്പെടെ 4 പേരാണ് കേസിലെ പ്രതികൾ. എഡിസൺ ബാബു രാജ്യാന്തര വേരുകളുള്ള ലഹരി ശൃംഖലയുടെ മുഖ്യ കണ്ണിയെന്നാണ് NCBയുടെ കണ്ടെത്തൽ. കെറ്റാമലോൺ എന്ന പേരിൽ ഡാർക്ക് വെബിലൂടെ ലഹരി ശൃംഖലയുണ്ടാക്കി രാജ്യത്തിനകത്തും പുറത്തും ലഹരി വിൽപ്പന നടത്തിയ കേസിലാണ് ആദ്യ കുറ്റപത്രം NCB കൊച്ചി യൂണിറ്റ് സമർപ്പിച്ചത്. മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ സാബു, സുഹൃത്തുക്കളായ അരുൺ തോമസ്, ഹരികൃഷ്ണൻ, സന്ദീപ് സജീവ് എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എഡിസൺ ബാബു രാജ്യാന്തര വേരുകളുള്ള ലഹരി ശൃംഖലയുടെ മുഖ്യകണ്ണിയെന്നാണ് NCBയുടെ കണ്ടെത്തൽ. ഡാർക്ക് വെബ് ഉപയോഗിച്ച് മാരക ലഹരി മരുന്നുകൾ രാജ്യത്തിനകത്തും പുറത്തും വിതരണം ചെയ്തുവെന്നും പോസ്റ്റ് ഓഫീസുകളും കൊറിയർ സ്ഥാപനങ്ങളും ലഹരി കൈമാറ്റത്തിനായി ഉപയോഗിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ലഹരി വിൽപ്പനയ്ക്കായി ബിറ്റ്കോയിനുകൾ ഉപയോഗിച്ചെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. എഡിസണും അരുൺ തോമസും ജൂലൈയിലാണ് പിടിയിലായത്. ഇവരുടെ സഹായികളായ ഹരികൃഷ്ണൻ, സന്ദീപ് സജീവ് എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. 24 കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് തുറന്ന് സമ്മതിക്കാതെ CPIM. പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് വിലയിരുത്തൽ. ജനുവരി 15 മുതൽ 22 വരെ ഗൃഹസന്ദർശനം നടത്തും. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യഗ്രഹം സംഘടിപ്പിക്കും. പത്മകുമാറിനെതിരെ കുറ്റപത്രം വന്നതിന് ശേഷം മാത്രം നടപടിയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷമാണ് പാർട്ടി വിലയിരുത്തൽ CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. വിജയിക്കുമെന്ന അമിത ആത്മവിശ്വാസം, നഗരമേഖലയിലുണ്ടായ സംഘടനാ ദൗർബല്യം, പ്രാദേശിക തലത്തിലുണ്ടായ സംഘടനാ വീഴ്ചകളും തിരിച്ചടിയായെന്ന് പാർട്ടി വിലയിരുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് തുറന്നു സമ്മതിച്ചില്ലെങ്കിലും ഈ വിഷയത്തിലെ പ്രതിപക്ഷ പ്രചാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. UDFും BJPയും വിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിച്ചെന്നും ആരോപണം. ശബരിമല പോലുള്ള പ്രശ്നങ്ങളിൽ UDFും BJPയും ശക്തിയായ കള്ളപ്രചാരവേല നടത്തിയിരുന്നു. ഇതുപയോഗിച്ച് വോട്ട് നേടാനുള്ള പരിശ്രമം അവർ നടത്തുകയുണ്ടായി. എന്നാൽ ആ പരിശ്രമം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നതല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിന്റെയും N വാസുവിന്റെയും പങ്കിനെപ്പറ്റി വ്യക്തതയില്ലാതെ സംഘടനാ നടപടി എടുക്കില്ലെന്നും MV ഗോവിന്ദൻ. പത്മകുമാറിന്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ വീടുകയറി രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങളുമായി സംവദിക്കാനാണ് CPIM തീരുമാനം. BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ പ്രചാരണങ്ങൾ ശക്തമാക്കാനും തീരുമാനിച്ചു. ജനുവരി 12 LDF സത്യാഗ്രഹ സമരത്തിനു പിന്നാലെ 3 മേഖലാ ജാഥകളും വാർഡുകളിൽ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലിയും സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ സംബന്ധിച്ച CPIM വിലയിരുത്തലുകൾ തള്ളി CPI. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് CPI നേതൃയോഗങ്ങളുടെ കണ്ടെത്തൽ. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്താതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്നാണ് CPIയുടെ അഭിപ്രായം. മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പും തോൽവിക്ക് കാരണമായതായി ചർച്ചയിൽ അഭിപ്രായമുയർന്നു. തോൽവിയുടെ ആഴവും പരപ്പും വ്യക്തമായിട്ടും ഭരണവിരുദ്ധ വികാരമോ ശബരിമല വിഷയമോ തിരിച്ചടിയായില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. മുന്നണിയിലെ ഒന്നാമത്തെ കക്ഷിയുടെ ഈ വിലയിരുത്തലുകളെ അപ്പാടെ തള്ളുകയാണ് CPI. ക്ഷേമാനുകൂല്യങ്ങൾ വാരിക്കോരി പ്രഖ്യാപിച്ചിട്ടും കനത്ത തോൽവി ഉണ്ടായത് ഭരണവിരുദ്ധ വികാരമല്ലെങ്കിൽ മറ്റെന്താണെന്നാണ് CPIയുടെ നേതൃയോഗങ്ങൾ ഉയർന്ന ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടായ സംശയവും തോൽവിയിൽ നിർണായകമായി എന്നാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും എക്സിക്യൂട്ടീവിന്റെയും വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകളോട് ജനങ്ങൾക്കുള്ള എതിർപ്പും തോൽവിയിൽ പ്രധാന പങ്കുവഹിച്ചതായി CPI ചൂണ്ടിക്കാട്ടുന്നു. തുടർച്ചയായി വർഗീയ വിരുദ്ധ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനോടുള്ള ആഭിമുഖ്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് എതിർപ്പുള്ളതെന്നാണ് CPI നേതൃത്വങ്ങൾ ഉയർന്ന അഭിപ്രായം. സംഘപരിവാർ അജണ്ട ഉൾക്കൊള്ളുന്ന PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതും ജനങ്ങൾക്കിടയിൽ സംശയം ജനിക്കാൻ ഇടയാക്കിയെന്നും വിമർശനമുണ്ട്.
തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ വിദണ്ഡവാദങ്ങളുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്നും CPI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫലപ്രദമായ തിരുത്തൽ നടപടികൾ കൂടിയേ തീരൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട കനത്ത തിരിച്ചടിക്ക് കാരണം വാർഡ് വിഭജനത്തിൽ അപാകതകളെന്നാണ് CPIയുടെ നിലപാട്. വാർഡ് വിഭജനം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് CPIM ഇടപെടൽ നടത്തിയെന്നാണ് CPIയുടെ വിമർശനം. വിഭജനത്തിന്റെ ഗുണം CPMന് കിട്ടിയുമില്ല, CPIക്ക് നഷ്ടമുണ്ടാവുകയും ചെയ്തുവെന്ന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള നേതാക്കളും ഒരുപോലെ ചൂണ്ടിക്കാട്ടി. നാളെ ചേരുന്ന CPI സംസ്ഥാന കൗൺസിലിലെ ചർച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിലയിരുത്തൽ CPI പൂർത്തിയാക്കും. പാർട്ടി നിലപാട് LDF യോഗത്തെ അറിയിക്കാനും തീരുമാനമുണ്ട്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. വാർത്തകളിലേക്ക് തിരികെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാർ റിമാൻഡിൽ. ജനുവരി 12 വരെയാണ് റിമാൻഡ് ചെയ്തത്. A. പത്മകുമാറിനൊപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശമുണ്ടെന്ന് തമിഴ്നാട് സ്വദേശി D. മണി പറഞ്ഞെന്ന് വിദേശ വ്യവസായി മൊഴി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി KP ശങ്കരദാസിലേക്കും N. വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിൽ SITയെ വിമർശിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നായിരുന്നു A. പത്മകുമാറിന്റെ മൊഴി. ഇതോടെ അറസ്റ്റ് ഉറപ്പിച്ച N. വിജയകുമാർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി വിജയകുമാർ കീഴടങ്ങിയതോടെ SIT അറസ്റ്റ് രേഖപ്പെടുത്തി. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് കീഴടങ്ങാൻ നിർദ്ദേശിച്ചുവെന്നാണ് വിജയകുമാർ പറഞ്ഞത്. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും വിജയകുമാർ. കീഴടങ്ങിയതിന് പിന്നാലെ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ വിജയകുമാർ പിൻവലിച്ചു. D. മണിയുടെ വാദങ്ങൾ പൊളിക്കുന്നതാണ് വിദേശ വ്യവസായിയുടെ വിശദമായ മൊഴി. പുരാവസ്തുക്കളിൽ താൽപര്യമുള്ളതിനാൽ ഡിണ്ടിക്കലിലെ D. മണിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അമൂല്യ വസ്തുക്കൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടത്. വിലപേശലിലുള്ള തർക്കം മൂലം അമൂല്യശേഖരം കാണാൻ കഴിഞ്ഞില്ലെന്നും കച്ചവടം നടന്നില്ലെന്നുമാണ് പ്രവാസി വ്യവസായിയുടെ മൊഴി. D. മണിയുടെ D ഡയമണ്ട് അല്ലെന്നും ദാവൂദ് മണിയാണെന്നും ലോഹ കച്ചവടക്കാർക്കിടയിൽ മണി അറിയപ്പെടുന്നത് അങ്ങനെയാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. D. മണിയെ SIT നാളെ ചോദ്യം ചെയ്യും. മറ്റു 3 പേരുടെ വിലാസത്തിലാണ് മണി ഫോൺ നമ്പറുകൾ എടുത്തിട്ടുള്ളത്. ഇവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർക്കായി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ SIT കസ്റ്റഡി അപേക്ഷ നൽകി. 24, തിരുവനന്തപുരം. പാലക്കാട് അട്ടപ്പാടി കോട്ടത്തറയ്ക്ക് സമീപം കൽമുക്യൂരിൽ നടുറോഡിൽ കാട്ടാന ഇറങ്ങി. മണ്ണാർക്കാട് ചിന്നത്തടാകം അന്തർ സംസ്ഥാന പാതയിലാണ് കാട്ടാന നിലയുറപ്പിച്ചത്. ദൃശ്യങ്ങളിലേക്ക്. കാട്ടാനയെ തുരത്താൻ RRT വനം വകുപ്പ് സംഘം സ്ഥലത്ത് എത്തിയിരുന്നു. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ നേതാവ് കുൽദീപ് സിംഗ് സെങ്കാറിന് തിരിച്ചടി. ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് അതിജീവിത പ്രതികരിച്ചു. ഉന്നാവ് ബലാത്സംഗ കേസിലെ പ്രതി കുൽദീപ് സിംഗ് സെൻഗാറിന് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ മരവിപ്പിക്കുകയും പ്രതിക്ക് ജാമ്യം നൽകുകയും ചെയ്ത ഡൽഹി ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. സാധാരണ ഒരു കേസ് പോലെയല്ല, ഇവിടെ സാഹചര്യം ഗുരുതരമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. പ്രതിയെ ജയിൽ മോചിതനാക്കാൻ പാടില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. അതിജീവിതയ്ക്ക് പ്രത്യേകമായി കേസ് ഫയൽ ചെയ്യാൻ അവകാശമുണ്ട്. സൗജന്യ നിയമസഹായം ആവശ്യമെങ്കിൽ സുപ്രീം കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി അത് ഉറപ്പാക്കുമെന്നും സുപ്രീം കോടതി അതിജീവിതയെ അറിയിച്ചു. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് അതിജീവിത. സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് ദേശീയ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അൽക്ക ലാംബ 24നോട്. बिल्कुल उसका स्वागत करते हैं हम लोग कि जो हाई कोर्ट का फैसला है उसे सुप्रीം कोर्ट ने पलट दिया है. കേസിൽ ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് തെളിയിക്കപ്പെട്ടതെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് വിചാരണ കോടതി വിധി പറഞ്ഞതെന്നും CBI ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെ എതിർത്ത് വാദിച്ചു. ഉന്നാവ് ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ താൽക്കാലിക ആശ്വാസം മാത്രമാണ്. കേസിൽ നീതി ലഭിക്കും വരെ അതിജീവിതയുടെ നിയമ പോരാട്ടം തുടരും. R. അച്യുതൻ, 24, ഡൽഹി. കോഴിക്കോട് പരുത്തിപ്പാറയിൽ യുവതിയോടും കുട്ടിയോടും ക്രൂരത. ഭർത്താവും കുടുംബവും വീട്ടിൽ കയറ്റാത്തതിനാൽ 4 ദിവസമായി വീട്ടുവരാന്തയിലാണ് ഇവർ കഴിയുന്നത്.
ബന്ധം പിരിഞ്ഞതാണെന്നും ഇതുവരെ കുടുംബത്തിന്റെ ഭാഗമാക്കാൻ ആകില്ല എന്നുമാണ് ഭർതൃ വീട്ടുകാരുടെ നിലപാട്. മലപ്പുറം ചേളാരി സ്വദേശി ഹസീനയും 9 വയസ്സുകാരനായ മകനും 4 ദിവസമായി ഇങ്ങനെയാണ് കഴിയുന്നത്. ഭർത്താവ് മണ്ണാർക്കൽ പറമ്പ് മുഹമ്മദ് ഫാസിലും കുടുംബവും വീട് പൂട്ടിപ്പോയി. ഇതോടെയാണ് കൊടും തണുപ്പുള്ള രാത്രിയിലും ഇങ്ങനെ കഴിയേണ്ടി വന്നത്. രാത്രിയാകുമ്പോൾ ഇവർ കണ്ട് വരിക, ഒന്നും തുറന്നു തരുന്നില്ല, ഒന്നുമില്ല, ഞങ്ങൾ തീർത്തതാണെന്ന് മാത്രം പറയും. ഒഴിവാക്കിയതാണ് പറയും. എന്താ കാരണമെന്ന് അവർ പറയണില്ല. എനിക്ക് കോടതി ഓർഡർമേലാണ് ഞാൻ വന്നത് ഇവരെ കൂടെ ജീവിക്കാൻ. ഇവരതിനും സമ്മതിക്കണില്ല. ഇവരിപ്പോൾ ഒളിച്ച് നിൽക്കുകയാണ്. 2015 ഫാസിലുമായുള്ള ഹസീനയുടെ വിവാഹം. 3 വർഷത്തിനു ശേഷം കുടുംബത്തിൽ പ്രശ്നങ്ങളായി. നാട്ടിലെ പ്രമുഖരും മഹല്ല് കമ്മിറ്റിയും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഞങ്ങൾക്കൊരു നീതി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ബന്ധം ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഒഴിവാക്കി എന്താ എന്നുള്ളത് ഞങ്ങൾ ഉപ്പക്കും 2 ആങ്ങളാരുണ്ട്, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഒരു ഒഴിവാക്കിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിയമപരമായിട്ട് കല്യാണം കഴിച്ചതാണ്, രജിസ്റ്റർ ചെയ്തതാണ്. ഹസീനയെ തൊലാക്ക് ചൊല്ലിയെന്നും ഇനി ഇവർക്കൊപ്പം ജീവിതം സാധ്യമല്ല എന്നുമാണ് ഫാസിലിന്റെ നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മഹലിലേക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നും നിയമപരമായി മുന്നോട്ട് പോവുകയാണ് എന്നും ഫാസിൽ പ്രതികരിച്ചു. 24 കോഴിക്കോട്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.